നിരവധി സിനിമകൾക്ക് കഥയും തിരക്കഥയും എഴുതിയിട്ടുണ്ട്. എന്നാൽ അതിനേക്കാൾ ഗംഭീരമായൊരു കഥ മെനയുകയാണ് സംവിധായകൻ രഞ്ജിത്ത്. സിനിമാ ലൊക്കേഷനിലെ ലൈംഗികതിക്രമ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ അയാൾ പറയുന്ന കഥ ഇങ്ങനെയാണ്. അഭിനയം പ്രതീക്ഷയ്ക്ക് ഉയരാത്തതിനാൽ സംവിധായകൻ എന്ന നിലയിൽ നടിയെ വിമർശിച്ചു. ചില സീനുകൾ വെട്ടിക്കുറച്ചു. അതിൻ്റെ വിരോധത്തിലാണ് യുവനടി പോലീസിൽ പീഡന പരാതി നൽകിയത്. ജാമ്യാപേക്ഷയിലാണ് രഞ്ജിത്ത് ഇക്കാര്യം ഉന്നയിക്കുന്നത്. എന്നാൽ രഞ്ജിത്ത് അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നും കോടതിയുടെ നിർദ്ദേശങ്ങൾ പോലും അനുസരിച്ചില്ലെന്നുമാണ് പ്രോസിക്യൂഷന്റെ വാദം. രഞ്ജിത്തിനെ വീണ്ടും ചോദ്യം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പോലീസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചു. സിനിമയിലെ റോളുമായി ബന്ധപ്പെട്ട തർക്കമാണ് തനിക്കെതിരെ ഉയർന്ന ലൈംഗിക അതിക്രമ പരാതിക്ക് പിന്നിലെന്നാണ് സംവിധായകൻ രഞ്ജിത്ത് കോടതിയിൽ പറയുന്നത്. എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴാണ് രഞ്ജിത്ത് ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചത്. നടിയുടെ അഭിനയം പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാത്തതിനാൽ ചില സീനുകൾ വെട്ടിക്കുറച്ചിരുന്നുവെന്ന് രഞ്ജിത്തിന്റെ അഭിഭാഷകൻ വാദിച്ചു. ഇക്കാര്യം സെറ്റിൽ പ്രചരിച്ചതിന്റെ പ്രതികാരമായാണ് തനിക്കെതിരെ പരാതി നൽകിയത്. നടിയുടെ അഭിനയത്തെ സംവിധായകൻ എന്ന നിലയിൽ വിമർശിച്ചു. കൃത്യം നടന്നുവെന്ന് പറയുന്നത് ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ്. അവിടെ 200ഓളം ആളുകളുണ്ടായിരുന്നു. സംഭവം നടന്നുവെന്ന് പറയുന്നതിന്റെ 2 ദിവസം കഴിഞ്ഞാണ് നടി പരാതി നൽകിയത്. കേസുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പിന് ഇനിയും കസ്റ്റഡി ആവശ്യമില്ല. ആവശ്യപ്പെടുമ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ തയ്യാറാണെന്ന് രഞ്ജിത്തിന്റെ അഭിഭാഷകൻ വാദിച്ചു. തിടുക്കപ്പെട്ടുള്ള അറസ്റ്റിന്റെ സാഹചര്യം ഇല്ലായിരുന്നുവെന്നും രഞ്ജിത്തിന്റെ വാദത്തിലുണ്ട്. അതേസമയം രഞ്ജിത്ത് അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്നും വീണ്ടും കസ്റ്റഡിയിൽ വിട്ടുതരണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. രഞ്ജിത്ത് കോടതിയുടെ നിർദ്ദേശം പോലും അനുസരിച്ചില്ല. പോലീസ് കസ്റ്റഡിയിലിരിക്കെ മരുന്നുകൾ കഴിക്കാൻ പോലും രഞ്ജിത്ത് തയ്യാറായില്ല. ഈ സാഹചര്യത്തിലാണ് കസ്റ്റഡി കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ കോടതിയിൽ ഹാജരാക്കിയത്. സിനിമയുമായി ബന്ധപ്പെട്ട രേഖകൾ കണ്ടെടുക്കാൻ സാധിച്ചില്ലെന്നും അതിനായി രഞ്ജിത്ത് സഹകരിച്ചില്ലെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു. ഈ സാഹചര്യത്തിൽ വീണ്ടും കസ്റ്റഡി വേണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. രഞ്ജിത്തിനെ കഴിഞ്ഞ ദിവസം 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നെങ്കിലും ഞായറാഴ്ച തന്നെ തെളിവെടുപ്പ് പൂർത്തിയാക്കി രഞ്ജിത്തിനെ തിരികെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരുന്നു. തനിക്ക് ജാമ്യം ലഭിക്കാതിരിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് പ്രോസിക്യൂഷൻ നടത്തുന്നതെന്ന് രഞ്ജിത്ത് ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ തന്നെ ജയിലിൽ കിടത്താനുള്ള നീക്കമാണ് നടക്കുന്നത്. മരുന്ന് കഴിക്കുന്നില്ല എന്ന കാര്യം റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടില്ല. കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനാണ് പ്രോസിക്യൂഷൻ ശ്രമിക്കുന്നത്. മാധ്യമ ശ്രദ്ധ ലഭിച്ച കേസിൽ പ്രതിക്ക് ജാമ്യം നൽകരുത് എന്ന പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നത് അംഗീകരിക്കാനാവില്ലെന്നും രഞ്ജിത്ത് വാദിച്ചു. രഞ്ജിത്തിന്റെ ഫോൺ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലെ തെളിവുകൾ പരിശോധിച്ച് വരികയാണ്. ലൈംഗികാതിക്രമം ഉണ്ടായ ദിവസം തന്നെ രഞ്ജിത്ത് അതിജീവിതയെ വിളിച്ചിരുന്നു. ഇത് DCP അശ്വതി ജി ഇന്നലെ വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ ഭീഷണി ഉണ്ടായതായി പരാതി വന്നിട്ടില്ലെന്നും അവർ വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിൽ ഫോണിലുള്ള മറ്റ് തെളിവുകൾ പരിശോധിച്ച ശേഷം രഞ്ജിത്തിനെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. നിലവിൽ എറണാകുളം സബ് ജയിലിലാണ് രഞ്ജിത്ത് ഉള്ളത്. ജനുവരി 30-ന് ഫോർട്ട് കൊച്ചിയിൽ ഷൂട്ടിംഗ് നടക്കുമ്പോൾ കാരവാനിൽ വെച്ച് രഞ്ജിത്ത് അപമര്യാദയായി പെരുമാറിയെന്നാണ് യുവനടി നൽകിയിരുന്ന പരാതി. അതിജീവിത കാരവാനിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്നത് ഷൂട്ടിംഗ് സെറ്റിലുണ്ടായിരുന്നവർ കണ്ടിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവരിൽ നിന്നെടുക്കുന്ന മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും കേസ് നടപടികൾ മുന്നോട്ട് പോവുക. ഇവരിൽ നിന്ന് മൊഴിയെടുത്ത് വരികയാണെന്ന് പോലീസ് പറഞ്ഞു. നേരത്തെ രഞ്ജിത്തിനെ കാരവാനിലെത്തിച്ച് തെളിവെടുത്തിരുന്നു. കേസ് വ്യാജമാണെന്നും തനിക്കെതിരെയുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്നുമാണ് രഞ്ജിത്തിന്റെ നിലപാട്.
18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.